ഹലോ ഫ്രണ്ട്സ്, കേരള PSC ഇൻ ക്ലാസ് റൂമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലെക്ചറർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിൻ്റെ എക്സാം ഡേറ്റ് ഈ വരുന്ന ജനുവരി 5-ന് ആണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് PSCക്ക് ചോദിക്കാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ്, PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു പാറ്റേൺ ആണ്. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് 2017 16 ലെക്ചറർ ഇൻ പോളിടെക്നിക് സിവിലിൽ ചോദിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് സിവിലിനകത്തുനിന്ന് നമുക്ക് ടെക്നിക്കൽ പാർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഷനാണ്. നമുക്ക് ഇതേപോലെ ഇനി കണ്ടിന്യൂസ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അന്നേരം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അടയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ചെയിൻ സർവേയിങ് അറ്റ് വാട്ട് സർക്കംസ്റ്റാൻസസ് റേഞ്ചിങ് ഇസ് ഡൺ? അന്നേരം ചെയിൻ സർവേയിൽ ഏത് സർക്കംസ്റ്റാൻസസിലാണ് നമ്മൾ റേഞ്ചിങ് നടത്തുന്നത്? അന്നേരം ചെയിൻ സർവേ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ചെയിൻ സർവേ യൂസ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെൻ സ്റ്റേഷൻ ഈസ് ഇൻ്റർവിസിബിൾ, വെൻ ലെങ്ത് ഓഫ് ദ സർവേ ലൈൻ ഈസ് മോർ ദാൻ ദ ചെയിൻ ലെങ്ത്, ടു സെറ്റ് ഔട്ട് ദ ഫുട്ട് ഓഫ് എ പെർപെൻഡിക്കുലർ പോയിൻ്റ് ഔട്ട്സൈഡ് ദ സർവേ ലൈൻ, വെൻ ദ റേഞ്ചിങ് റോഡ്സ് ആർ നോട്ട് അവൈലബിൾ. അപ്പം ഒരു ചെയിൻ സർവേയിൽ എപ്പോഴാണ് റേഞ്ചിങ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിൻ സർവേ യൂസ് ചെയ്തിട്ട് അത് നടത്തുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ ലെങ്ത് ഓഫ് ദ സർവേ ലൈൻ ഈസ് മോർ ദാൻ ചെയിൻ ലെങ്ത്. ചെയിൻ ലെങ്തിനെ കാട്ടിയും സർവേ ലൈനിൻ്റെ ലെങ്ത് കൂടിയിരിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് നടത്തുന്നത്, ചെയിൻ സർവേ നടത്തുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ബോണ്ട് കണ്ടെയ്ൻസ് ആൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആസ് ദ മെയിൻ ഫീച്ചർ? അന്നേരം ഈ പറയുന്ന ഇത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അന്നേരം ഈ പറയുന്ന ഏത് ബ്രിക്കിൻ്റെ ഏത് ബോണ്ടിങ് സ്ട്രക്ചറിലാണ് ആൾട്ടർനേറ്റ് ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും വരുന്നത്? അന്നേരം ആൾട്ടർനേറ്റായിട്ട് ഹെഡറും സ്ട്രെച്ചറും യൂസ് ചെയ്തിട്ടുള്ള ബ്രിക്ക്, ആ ബോണ്ടിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. അന്നേരം ആൾട്ടർനേറ്റ് സ്ട്രെച്ചേഴ്സും ഹെഡേഴ്സും യൂസ് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. ഈ ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. അന്നേരം ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസൊക്കെ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ ബ്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? 19x9x9 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 190x90x90 മില്ലിമീറ്റർ. അതേപോലെ ബ്രിക്കിൻ്റെ നോമിനൽ സൈസ് ആകുമ്പോഴത്തേക്കും അത് എന്താണ് 200x100x100 മില്ലിമീറ്റർ അല്ലെങ്കിൽ 20x10x10 സെൻറ്റിമീറ്റർ. നോമിനൽ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബ്രിക്കും മോർട്ടാറും കൂടെയും ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ നോമിനൽ സൈസ് എന്ന് പറയുന്നത്. അന്നേരം ബ്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് ആയിട്ട് ഹെഡറും സ്ട്രെച്ചറും യൂസ് ചെയ്തിരിക്കുന്നത് ഏത് ബോണ്ടിങ്ങിലാണ്, ബ്രിക്കിൻ്റെ ഏത് ബോണ്ടിങ്ങിലാണ്? ഇംഗ്ലീഷ് ബോണ്ടിലാണ്. ഹെഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദ എൻഡ് സർഫസ് ഓഫ് എ ബ്രേക്ക് വെൻ ഇറ്റ് ഈസ് ലേഡ് ഫ്ലാറ്റ്. അന്നേരം ദ എൻഡ് സർഫസ് ഓഫ് എ ബ്രേക്ക് വെൻ ഇറ്റ് ഈസ് ലേഡ് ഫ്ലാറ്റ് ഈസ് കോൾഡ് ഹെഡർ. സ്ട്രെച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൈഡ് സർഫസ് ഓഫ് എ ബ്രേക്ക് വിസിബിൾ ഇൻ എലിവേഷൻ. എലിവേഷനിൽ കാണുന്ന ആ സൈഡ് സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രെച്ചർ എന്ന് പറയുന്നത്. അന്നേരം ആൾട്ടർനേറ്റ് ഹെഡറും സ്ട്രെച്ചറും വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഏത് ബോണ്ടെന്ന് പറയാം? ഇംഗ്ലീഷ് ബോണ്ടെന്ന് വിളിക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് മീൻഡ് ബൈ ബാച്ചിങ് ഓഫ് കോൺക്രീറ്റ്? എന്താണ് ബാച്ചിങ്? ഒരു കോൺക്രീറ്റിൻ്റെ ബാച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? അന്നേരം ബാച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മെഷറിങ് ദ റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. അന്നേരം എന്താണ് പ്രോസസ് ഓഫ് മെഷറിങ്? എത്രമാത്രം എമൗണ്ട് സിമെൻറ്റ് വേണം, അതേപോലെ ഫൈൻ അഗ്രിഗേറ്റ്, അതേപോലെ കോഴ്സ് അഗ്രിഗേറ്റ്, പിന്നെ വാട്ടർ. ഇത്രയത്തിൻ്റെ ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാച്ചിങ് ഓഫ് കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്.
ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ്, ബേസിക് ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് എന്തെല്ലാം ചേരുന്നതാണ്? സിമെൻറ്റ്. ബേസിക് ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് എന്തെല്ലാം ചേരുന്നതാണ്? സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, പിന്നെ വാട്ടർ. ഇത് ഇത്രയും ചേരുന്നതാണ് എന്താണ് ഈ നമ്മുടെ കോൺക്രീറ്റിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റേഷ്യോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഗ്രേഡൊക്കെ പറയുന്നുണ്ട്, കോൺക്രീറ്റിൻ്റെ ഗ്രേഡൊക്കെ പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽഡായിട്ട് ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറയുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം കോൺക്രീറ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അടുത്ത നമുക്ക് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പോളി ഇലക്ട്രോണിക്സിനുണ്ട്. അതെല്ലാ ടെക്നിക്കൽ എക്സാമിനും ഈ ഒരു ആദ്യത്തെ ഒരു ടെക്നിക്കൽ സെഷൻ എന്ന് പറയുന്ന സെയിം ആയിരിക്കും. അന്നേരം അതിനകത്ത് അങ്ങനെ ഒരു ടോപ്പിക്കുണ്ട്. അതിനകത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്ട്രക്ചറൽ സ്റ്റീൽ സെഷൻ. അന്നേരം സ്ട്രക്ചറൽ സ്റ്റീൽ സെഷൻ്റെ ഭാഗമല്ലാത്തത് ഏത്? എ ചാനൽ സെഷൻ, ബി ആംഗിൾ സെഷൻ, സി ടീഷ് സെഷൻ, ഡി ടോർ സെഷൻ. ടോർ സ്റ്റീൽ, ടോർ സെഷൻ അല്ല, ടോർ സ്റ്റീൽ. അന്നേരം ഇതിനകത്ത് ആ സ്ട്രക്ചറൽ സ്റ്റീൽ സെഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ചാനൽ സെഷനും ആംഗിൾ സെഷനും ടി സെഷനും എല്ലാം. ഭാഗമല്ലാത്തത് ഏതാണ്? ടോർ സെഷനാണ്. അന്നേരം ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റോക്സ് ഫോംഡ് ഡ്യൂ ടു കൺസോളിഡേഷൻ ഓഫ് വെതേഡ് പാർട്ടിക്കിൾസ് ഓഫ് എക്സിസ്റ്റിംഗ് റോക്സ് ആർ കാൾഡ്. അന്നേരം ദ റോക്സ് ഫോംഡ് ഡ്യൂ ടു കൺസോളിഡേഷൻ ഓഫ് വെതേഡ് പാർട്ടിക്കിൾസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് റോക്സ് ആർ കാൾഡ് സെഡിമെൻ്ററി റോക്സ്. ഓക്കെ, അന്നേരം ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ, സെഡിമെൻ്ററി റോക്സ്. ഇൻ ബ്രിക്ക് മേസൺറി ദ ഫ്രോഗ് ഓഫ് ബ്രിക്ക് ഈസ് ജനറലി കെപ്റ്റ് ഓൺ. അന്നേരം ബ്രിക്ക് മേസൺറിയിൽ ഫ്രോഗ്, ബ്രിക്കിൻ്റെ ഫ്രോഗ് എവിടെയാണ് സാധാരണയായിട്ട് കാണുന്നത്? ദ ഫ്രോഗ് ഓഫ് ബ്രിക്ക് ഈസ് മെയിൻലി ജനറലി കെപ്റ്റ് ഓൺ ടോപ്പ് ഫേസ്. ബ്രിക്കിൻ്റെ ടോപ്പ് ഫേസിലായിരിക്കും നമ്മൾ ഫ്രോഗ് കാണുന്നത്. ഈ ഫ്രോഗ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻസ് പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് ബ്രിക്ക്. ഒരു ബ്രിക്കിൻ്റെ ഫേസിൽ കാണുന്ന ഡിപ്രഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രോഗ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ഡിപ്രഷൻസ് മെയ്ഡ് ഓൺ അപ്പർ സൈഡ് ഓഫ് ദ ബ്രിക്ക് ഈസ് കോൾഡ് എന്ന് പറഞ്ഞ് ചോദിച്ചാലും നമ്മൾ എന്ത് തന്നെ എഴുതണം? ഫ്രോഗ് എന്ന് എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ഷുഡ് നോട്ട് അബ്സോർവ് വാട്ടർ മോർ ദാൻ 20%, 22%, 25%, 15%. ആൻസർ എന്ന് പറയുന്നത് 20% ആണ്. അന്നേരം ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് എത്രയിൽ കൂടുതൽ വെള്ളത്തിനെ അബ്സോർവ് ചെയ്യാൻ പാടില്ല? 20%-ൽ കൂടുതൽ വെള്ളം അബ്സോർവ് ചെയ്യാൻ പാടില്ല. അന്നേരം നമുക്ക് ബ്രിക്സിനെ 4 ക്ലാസ്സസ് ആയിട്ടൊക്കെ തിരിക്കാം. ഫസ്റ്റ് ക്ലാസ് എന്നും സെക്കൻഡ് ക്ലാസ് എന്നും തേർഡ് ക്ലാസ് എന്നും ഫോർത്ത് ക്ലാസ് എന്നൊക്കെ നമുക്ക് ബ്രിക്സിനെ തിരിക്കാം. അത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബ്രിക്ക് ദാറ്റ് ഫുൾഫിൽ ഓൾ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഈസ് കോൾഡ് എന്താണ്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്. ഒരു ബ്രിക്കിന് വേണ്ടുന്ന എല്ലാ ഡിസൈറബിൾ ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും പാലിക്കുന്ന ബ്രിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്ലാസ് ആകുമ്പോഴത്തേക്കും അതിന് എന്താണ്? ബേണിംഗ് ഒക്കെ സംഭവിച്ചായിരിക്കും. എഡ്ജസ് എന്നൊക്കെ പറയുന്നത് ഷാർപ്പും യൂണിഫോമും ഒന്നും ആവാത്ത ആ രീതിയിലുള്ള ബ്രിക്കിനെയാണ് നമ്മൾ സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ സർഫസ് എന്ന് പറയുന്നതൊക്കെ റഫ് സർഫസ് ഒക്കെ ആയിരിക്കും. തേർഡ് ക്ലാസ് ആകുമ്പോഴത്തേക്കും എന്താണ്? ഗ്രൗണ്ട് മോൾഡഡ് ആയിരിക്കും. അതേപോലെ അത് എന്താണ്? ഗ്രൗണ്ട് മോൾഡഡ് ആൻഡ് ബേൺഡ് ഇൻ ക്ലാംസ്. എഡ്ജസ് ആർ സംവാട്ട് ഡിസ്റ്റോർട്ടഡ്. എഡ്ജസ് എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. പിന്നെ അത് ഒരു ഡൾ സൗണ്ട് ആയിരിക്കും. നമ്മൾ അതിന് എന്താണ്? ഒന്നിച്ച് മുട്ടിച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഡൾ സൗണ്ട് ആയിരിക്കും. ഇനി ഫോർത്ത് ക്ലാസ് ആകുമ്പോൾ ഓവർ ബേൺഡ് ബ്രിക്സ് ആണ്. ബ്രിക്സ് കൂടുതലായിട്ട് ബേൺ ചെയ്ത ബ്രിക്സിനെയാണ് ഫോർത്ത് ക്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഡാർക്കിൻ കളറായിരിക്കും. ഷേപ്സ് ഇറഗുലർ ആയിരിക്കും. പിന്നെ അത് സാധാരണയായിട്ട് അഗ്രിഗേറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. Pulverizing clinkers and mixing dash results in the material called cement. അപ്പം പൾവറൈസിങ്, ക്ലിങ്കേഴ്സ് ആൻഡ് മിക്സിങ് ജിപ്സം എന്തുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ്? ജിപ്സവുമായിട്ട്. റിസൾട്ട്സ് ഇൻ എ മെറ്റീരിയൽ കോൾഡ് സിമെൻറ്റ്. ജിപ്സം ഈസ് ആഡഡ് ടു കൺട്രോൾ ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് എ സിമെൻറ്റ്. അപ്പം ജിപ്സം ആഡ് ചെയ്യുന്നത് എന്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്?
സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. അതിന് പറയുന്നത് ഗ്രൈൻഡിങ് എന്നാണ് കേട്ടോ. ആ ഒരു പ്രോസസ്സിനെ ഗ്രൈൻഡിങ് എന്നാണ് വിളിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ്സ് ഇൻ മേസൺറി കൺസ്ട്രക്ഷൻ ഈസ് കോൾഡ് പോയിൻറ്റിങ്. അതിൻ്റെ ആൻസർ പോയിൻറ്റിങ് ആണ്. അന്നേരം ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ്സ് ഇൻ മേസൺറി കൺസ്ട്രക്ഷൻ ഈസ് കോൾഡ് പോയിൻറ്റിങ്. സോ ഇത്രയുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ സീരീസ് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ പാർട്ട് 2 പാർട്ട് 3 ഒക്കെ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടതെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. See you.